ഹലോ ഗൈസ്, ഞാനൊന്നും മിണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് ബക്ലാവ ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് നമ്മുടെ അടുത്തുള്ളൊരു ബസാറാണ്. ഇവിടെ നല്ല ബക്ലാവാസ് കിട്ടും, ഒരുപാട് വെറൈറ്റീസ് കിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വേറൊരെണ്ണം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത്. ഇനി ബക്ലാവ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞുതരാം. അതൊരു ടർക്കിഷ് സ്വീറ്റാണ്. ഇവിടെ അതുമാത്രമല്ല, വേറെ ഒരുപാട് കഫീസും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. മാത്രമല്ല നല്ല വെജിറ്റബിൾസും മീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ബട്ട് ഓവർ പ്രൈസ്ഡ് ആയ കാരണം നമ്മളാരും അധികം ഇവിടുന്ന് വാങ്ങാറില്ല. അപ്പം നല്ല റഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് പീസ്ഫുള്ളായിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട്, അതായത് ഒസേറ, അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ലേക്ക് മാത്രമല്ല, വർക്കൗട്ട് സെഷനുള്ള ഏരിയ ഉണ്ട്. വാഷ്റൂംസ് വരെ ഭയങ്കര നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആണ്. പിന്നെ ജോഗിങ് ഏരിയ ഉണ്ട്. മെൻ ഇൻ ലവ് നടന്നു പോകുന്നു. അങ്ങനെ ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ സമ്മർ ആയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഭയങ്കര ഒരു വൈബാണ്, ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളായിരിക്കും. അപ്പം ഈ ഒരു കാഴ്ച നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക. അതായത് ഫോറിൻ സ്റ്റുഡൻസിന് ഭയങ്കര ഇൻ എ ഫ്ലാഷ് ഓഫ് സെക്കൻഡ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നത് തൊട്ട് ഇവിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് വരും. നമ്മൾ നാട്ടിൽ പോകുന്നതും പാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടിയിട്ട് നല്ല എന്താ പറയുക, കുറേ നേരം മനസ്സൊക്കെ ഒന്ന് ഭയങ്കര ശാന്തമാക്കിയിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ ബൈ ഗായ്സ്.